സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, നമുക്ക് ചിലപ്പോൾ ഗൂഗിൾ മീറ്റിങ്ങിൽ ഓൺ പാസീവിൻ്റെ ഐ.ഡിയിൽ കയറിയാൽ നമ്മൾ ഇമെയിൽ കൊടുത്താൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയുള്ള ആൾക്കാരുണ്ട്. നിങ്ങളെ പേടി തീർക്കാൻ നിങ്ങൾ ഇതുപോലെ നിങ്ങളെ മെയിലിൻ്റെ എന്നുള്ള സ്ഥലത്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയ ഐ.ഡി ഉണ്ടാക്കാനാണ് കേട്ടോ ഞാൻ പറയുന്നത്, വേറൊന്നുമല്ല. നിങ്ങളെ മെയിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നിങ്ങളെ ഫോട്ടോ അല്ലെങ്കിൽ പേരിൻ്റെ 1-2 അക്ഷരം കാണുക, അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും താഴോട്ട് പോവുക. എനിക്ക് കുറേ ഐ.ഡി ഉള്ളത് കൊണ്ടാണ് പിന്നെ ഇത്രയും നീക്കേണ്ടി വരുന്നത്. എന്നിട്ട് ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ള സ്ഥലത്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഗൂഗിൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കാനുള്ള ഈ സ്ഥലം വരും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ബട്ടണാണ് ഉള്ളതെങ്കിൽ അതിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ അങ്ങനെ ചോദിക്കും. അതിനുശേഷം നിങ്ങൾ ഇമെയിൽ ഐ.ഡി ഇവിടെ കൊടുക്കാതെ നിങ്ങൾ താഴെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് അക്കൗണ്ടിൽ ടച്ച് ചെയ്യുക. എന്നിട്ട് ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നുള്ള സ്ഥലത്ത് ഒന്നുകൂടി ടച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ഫസ്റ്റ് നെയിം എന്ന് പറയുക. തൽക്കാലത്തേക്ക് നമുക്കിവിടെ ഒരു ഏതെങ്കിലും പേര് കൊടുക്കാം. വേണമെങ്കിൽ ഫസ്റ്റ് നെയിം എന്നുള്ളത് അങ്ങനെ KV എന്ന് കൊടുക്കാം. ഇവിടെ നമ്മുടെ പേര് ചെറിയ അക്ഷരമായിട്ട് കൊടുക്കണം. ഇവിടെ എൻ്റെ പേരും കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് എന്നുള്ള സ്ഥലത്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങളുടെ പേര്, മാസം, കൊല്ലം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അവിടെ ചോദിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതി കാണിച്ചു തരാം. ഇവിടെ കറക്റ്റായിട്ട് നമ്മളെ ദിവസം ഏതാണോ അത് കൊടുക്കുക. നിങ്ങളുടെ ഏതാണോ മാസം കൊടുക്കുക. നിങ്ങളുടെ വർഷം ഏതാണോ അത് കൊടുക്കുക. എന്നിട്ട് ജെൻഡർ എന്നുള്ള സ്ഥലത്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാം. അപ്പം മെയിൽ പുരുഷന്മാരാണെങ്കിൽ മെയിൽ കൊടുക്കുക, സ്ത്രീകളാണെങ്കിൽ ഫീമെയിൽ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശരിക്കും കാണാൻ പറ്റും. 2 മെയിൽ നിങ്ങൾക്ക് സൃഷ്ടിച്ചിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളൊരു മെയിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ എനിക്ക് ഇതാണ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പിന്നെ 0 ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള സ്ഥലത്ത് വീണ്ടും ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക. പാസ്വേഡ് അടിക്കുമ്പോൾ ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരം കൊടുക്കുക, ബാക്കി ചെറിയ അക്ഷരം കൊടുക്കുക. ഏതെങ്കിലും 2-3 അക്കം കൊടുക്കുക. അല്ലെങ്കിൽ അതിന് ശേഷം അറ്റോ ഹാഷോ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. ഞാൻ ഇവിടെ സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ വലിയ അക്ഷരം ആദ്യത്തേത് വലിയ അക്ഷരം കൊടുക്കുക. അതിന് ശേഷം ചെറിയ അക്ഷരം കൊടുക്കുക. 2-3 അക്കവും ഒരു അറ്റും കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. താഴെ നെക്സ്റ്റ് എന്നുള്ള സ്ഥലത്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ പാസ്വേഡ് ഇഷ്ടമുള്ള പാസ്വേഡ് അടിക്കാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഇമെയിൽ ഇവിടെ പുതിയ ഇമെയിൽ പൂർത്തിയായി. ഓക്കെ. അതിന് ശേഷം എന്ത് ചെയ്യുക, താഴെ നെക്സ്റ്റ് എന്നുള്ള സ്ഥലത്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അത് പൂർത്തിയാക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഐഡി വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സൃഷ്ടിക്കാൻ പറ്റും. അവസാനം ഇങ്ങനൊരു സംഭവം വരും. അതിൽ ഐ എഗ്രി എന്നുള്ള സ്ഥലത്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളെ ഇമെയിൽ പൂർത്തിയായി. അപ്പോൾ നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത സ്ഥലത്ത് വരും. ഒന്ന് നമ്മളെ ഇമെയിൽ ടച്ച് ചെയ്യാൻ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നേരത്തെ സൃഷ്ടിച്ച മെയിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നേരത്തെ സൃഷ്ടിച്ച kvshukur9@gmail.com എന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞ് ഇത്രേ പണിയുള്ളൂ. അപ്പോൾ നിങ്ങൾ മീറ്റിംഗ് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അതും ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഒരു മീറ്റിങ്ങിൽ കയറുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു മീറ്റിങ്ങിൻ്റെ ലിങ്ക് ആണെന്ന് കരുതുക. നമുക്ക് ഒരു ഗൂഗിൾ മീറ്റിങ്ങിൻ്റെ ലിങ്കാണ് ഈ കാണുന്നത്. ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മെയിൽ ചോദിക്കും. ഇഷ്ടമുള്ള നേരത്തെ നമ്മൾ സൃഷ്ടിച്ച ആ മെയിൽ 9@gmail എന്നുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക, ഒന്ന് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് പുതുതായിട്ട് നമ്മൾ സൃഷ്ടിച്ച മെയിലിൻ്റെ കാര്യമാണ്. ഇവിടെ ആണ് നമ്മൾ പുതിയതായിട്ട് സൃഷ്ടിച്ചത്. അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ സെറ്റ് ആസ്ക് ജോയിനിങ് എന്ന് വരും. അതിലെന്ത് ചെയ്യുക, ആ ആസ്ക് ജോയിനിങ്ങിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതോടുകൂടി മീറ്റിങ്ങിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഹോസ്റ്റ് ആസ്ക് ജോയിനിങ്ങിൽ നമ്മൾ അതിൽ ഓപ്പൺ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം തരും. ഓക്കെ, താങ്ക് യു.